ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാരിനെതിരെ ചോദ്യശരങ്ങളുമായി ഹൈക്കോടതി ഇന്ന് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കോടതി വിധി നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുകയും ചെയ്തു. നടപ്പിലാക്കാൻ രീതികളുണ്ടെന്ന് പോലീസിന് അറിയാമല്ലോ എന്നും കോടതി ചോദിച്ചു. അതേസമയം വരും ദിവസങ്ങളിൽ വിധി നടപ്പാക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. രേഷ്മ ബാബു, ഈ ഒരു പ്രത്യേകിച്ചും സഭാ കേസിലാണല്ലോ ഹൈക്കോടതിയുടെ ഈ പരാമർശം. എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ? വിനോദ്, ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക വിഷയത്തിൽ നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിൽ നിരവധി കോടതിയലക്ഷ്യ ഹർജികൾ ഉണ്ട്. ഈ ഹർജികൾ പരിഗണിക്കവെയാണ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി നേരത്തെ പുറത്തിറക്കിയ വിധി അത് നടപ്പിലാക്കാൻ സർക്കാർ പറ്റുന്നില്ലെന്ന് പറയുന്നത് എന്നുള്ള ചോദ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചത്. വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് പിന്നീട് ആർക്കാണ് സാധിക്കുക? ബലപ്രയോഗത്തിലൂടെ അല്ലാതെ വിധി നടപ്പാക്കാൻ കഴിയില്ലെന്നാണോ സർക്കാർ പറയുന്നതെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. സർക്കാർ ഇന്ന് ഏജ് മുഖാന്തരം കോടതിയെ അറിയിച്ചിട്ടുള്ളത് സ്ത്രീകളും കുട്ടികളും പ്രതിരോധം തീർത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ബലപ്രയോഗം നടത്താനാകില്ല എന്നുള്ള ഒരു നിലപാട് ഇന്ന് സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ചെറുത്തുനിൽപ്പുണ്ടാകുന്നു എങ്കിൽ അത്തരക്കാർ ആരാണെന്ന് കോടതിയെ കൃത്യമായിട്ട് അറിയിക്കണം. കൂടാതെ ഇരു വിഭാഗത്തിന് നേരെയും ഹൈക്കോടതി ചില പരാമർശങ്ങൾ ഉന്നയിച്ച സാഹചര്യം കൂടിയുണ്ട്. പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് കോടതി ലക്ഷ്യമാണെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ സർക്കാർ വെറും പ്രഹസനങ്ങൾ കാട്ടുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി ഈ പള്ളിത്തർക്ക വിഷയത്തിൽ ഹൈക്കോടതി വലിയ രീതിയിൽ വിമർശനം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. നടപ്പാക്കാൻ പല രീതികളും ഉണ്ടെന്ന് പോലീസിന് അറിയാം. പക്ഷെ പോലീസ് ഒരു പ്രഹസനം എന്നുള്ള രീതിയിലാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത്. നാളെ സെക്രട്ടേറിയറ്റിൽ അടക്കം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ വെറുതെ നോക്കുകുത്തി നിലകൊള്ളുമോ എന്നും സർക്കാരിനോട് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. സഭാ തർക്കത്തിൽ, പ്രത്യേകിച്ചും യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിലാണ് കൃത്യമായി കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രത്യേകിച്ചും സർക്കാരിനെ വിമർശിക്കുന്നത്. എന്തുകൊണ്ട് കോടതി വിധി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.